കെ അനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നു. കെ അനിൽകുമാർ, വലിയ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിനെതിരെ. പറഞ്ഞത് ഇങ്ങനെയാണ്, ഇപ്പോഴും കേരള കോൺഗ്രസ് എം മുന്നണിയിൽ വന്നെങ്കിൽ പോലും സാധാരണക്കാരായ പ്രവർത്തകരുടെ മനസ്സ് ഇപ്പോഴും കോൺഗ്രസിലാണ് എന്നുള്ളത്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ വിമർശനത്തെ? ഇതുപോലെ അസംബന്ധം നിറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒന്ന്, CPIയുടെ ജില്ലാ സമ്മേളനം മാധ്യമപ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടല്ല. LDFനെതിരായ ഒരു നുണ നിർമ്മിക്കാൻ വേണ്ടി എന്ത് കെട്ടുകഥയും CPI സമ്മേളനത്തെ കുറിച്ച് പറയാവുന്ന അവസ്ഥയാണ് കേരളത്തിൽ. CPI സമ്മേളനത്തിൽ ആര് എവിടെ എന്ത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ മറുപടി പറയാൻ ശേഷിയുള്ള നേതാക്കന്മാർ CPIക്കുണ്ട്. CPIക്ക് വലിയ രാഷ്ട്രീയ നയമുള്ളവരാ. ഇന്ത്യ രാജ്യത്തെ ഇടതുപക്ഷ ഐക്യത്തിന്റെ സംരക്ഷകരാണ് CPI. അതിന് ദേശീയ നേതൃത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് CPI. അവർ ദേശീയ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നു. മതന്യൂനപക്ഷങ്ങളെ ഇന്ത്യ മുഴുവൻ വേട്ടയാടുമ്പോൾ ആ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ശക്തികൾക്കൊപ്പം മിണ്ടാതിരിക്കുന്ന ഉത്തരേന്ത്യയിലെ കോൺഗ്രസിനെ കാണുന്നില്ലേ? ആ കോൺഗ്രസിനെ കണ്ട് പുളകം കൊള്ളുന്നവരാണോ കേരള കോൺഗ്രസ് എമ്മിലെ അണികൾ? കേരള കോൺഗ്രസ് എമ്മിലെ സാധാരണ വിശ്വാസികൾ ഉത്തരേന്ത്യയിലെ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് പാർട്ടിയിലാണോ വിശ്വസിക്കാൻ പോകുന്നത്? ഇതൊന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കാൻ പോകുന്ന കാര്യമല്ല. LDFനെ ദുർബലപ്പെടുത്താൻ വ്യാജ വാർത്തകൾ നിർമ്മിക്കുക, അതിന് CPI സമ്മേളനത്തെ ഒരു ഉപാധിയാക്കി മാറ്റുക. അത് CPIയുടെ ജില്ലാ സമ്മേളനങ്ങൾ തീരുവോളം അത് നടക്കും. സംസ്ഥാന സമ്മേളനം വരുമ്പോഴും ഇത്തരം വ്യാജ വാർത്തകൾ ധാരാളം വരും. ഇടതുപക്ഷ ജനാധിപത്യത്തെ സംബന്ധിച്ച് LDFന്റെ നേതൃത്വത്തിന് നല്ല കെട്ടുറപ്പുണ്ട്. ജോസ് കെ മാണി അടക്കമുള്ള നേതാക്കന്മാർ CPIയുടെ നേതാക്കന്മാരുമായി ചേർന്ന് ഡൽഹിയിൽ നടത്തിയ പോരാട്ടം നമ്മൾ കണ്ടില്ലേ? സന്തോഷ് കുമാറും ജോസ് കെ മാണിയും കൂടിയല്ലേ ഛത്തീസ്ഗഡിൽ ജോൺ ബിട്ടാസും എല്ലാം കൂടെ ഒരുമിച്ച് പോയത് ബൃന്ദാകാരാറ്റിനോടൊപ്പം? അത്തരം കാര്യങ്ങൾ നടക്കുന്നിടത്ത് ഇങ്ങനൊരു സമ്മേളനത്തിൽ ഇല്ലാത്ത ചർച്ച ഉണ്ടെന്ന് വാർത്ത വരുത്തുക, എന്നിട്ട് പ്രതികരണം സംഘടിപ്പിക്കുക. ഇത് ശരിയായി നടന്നുവെന്ന് പാവപ്പെട്ട ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് മാധ്യമങ്ങൾ ചെയ്യരുത്. ഇത് രാഷ്ട്രീയ പ്രവർത്തനമാണ്, മാധ്യമങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വിലക്കൊന്നുമില്ല. പക്ഷെ തങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണെന്ന് ജനങ്ങളോട് തുറന്നു പറയാൻ ശ്രമിക്കുകയാണ് നല്ലത്. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് ഇത്തരം ഒരു വാർത്തയും സത്യസന്ധമല്ല. മാത്രമല്ല, LDF കൂടുതൽ കെട്ടുറപ്പോടെ പോകുന്നു. എവിടെ ആരെക്കുറിച്ചാണ് നിങ്ങൾക്ക് പ്രത്യാശ? എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടിയപ്പോ 100 MPമാരുമായി രാഹുൽ ഗാന്ധി പാർലമെന്റിന് മുന്നിൽ സമരം ചെയ്തില്ല? അപ്പൊ UDFന്റെ സമരം, മലയാളിയുടെ സമരം, കന്യാസ്ത്രീയെ വേട്ടയാടിയാൽ മലയാളിയുടെ സമരമാണെന്ന് പറയുന്ന കോൺഗ്രസിനെ കുറിച്ചാണോ ഇനി മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർക്ക് പ്രതീക്ഷയുള്ളത്? ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാകുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇത്തരം ഒരു കെട്ട രാഷ്ട്രീയവും ആര് മുന്നോട്ട് വെച്ചാലും അത് വിജയിക്കാൻ പോകുന്നില്ല എന്ന കാര്യം ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ശരി, വളരെ നന്ദി ശ്രീ അനിൽകുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശ്രീ അനിൽകുമാർ പറഞ്ഞത് ഇത് മാധ്യമ സൃഷ്ടിയാണ്, ഇത്തരത്തിലൊരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും CPMന് കേരള കോൺഗ്രസിന് സംഭാവനകളിൽ അവമതിപ്പുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എപ്പോഴും CPM കേരള കോൺഗ്രസ് എമ്മിനെ ചേർത്ത് പിടിക്കുകയാണ്. പക്ഷേ ആ ഒരു മതിപ്പ് അത്ര അങ്ങ് ഇല്ല കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യത്തിൽ CPIക്ക് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ആ വാർത്തയാണ് അത്. CPI സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇത് മാധ്യമ സൃഷ്ടിയാണെന്നാണ് ഇപ്പോൾ അനിൽകുമാർ നമ്മളോട് പ്രതികരിച്ചത്. ശ്രീജിത്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.